അമ്മ റെസ്ട്രിക്ട് ചെയ്തിരുന്നു ഫൈനലിന്റെ ടൈമില്. അത് തൈര് കഴിക്കണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര നാളേക്ക് ഇങ്ങനെ തൈരിനോട് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ താല്പര്യം വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഫൈനലിന്റെ ടൈമിൽ എനിക്കത് ഭയങ്കരമായിട്ട് ആഗ്രഹം കഴിക്കാൻ. ആ നേരത്ത് മാത്രം എന്റെ അടുത്ത് തിന്നരുത് പറഞ്ഞു. ആ ടൈമിൽ തന്നെ എനിക്ക് തിന്നാനും തോന്നി. ചോദ്യങ്ങളെ കൂട്ടി കേട്ടപ്പോ വീട്ടിൽ ചോദിക്കാൻ തുടങ്ങി. എനിക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു പേര്. എന്തൊക്കെ ടിപ്സ് അവര് പറഞ്ഞുതരാറ്? ടിപ്സ് എന്റെ അടുത്ത് MG സാറാണ് കൂടുതലും. കൺകളേതോ തേട കലവാട നെഞ്ചം താനേ പാട പരന്തോട്. ടോക്ക് ഫ്രെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 സെക്കൻഡ് റണ്ണറപ്പ് ആയ സെബ മൂണാണ്. സെബക്കുട്ടിയെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് ഇപ്പോഴത്തെ പുതിയ പുതിയ വിശേഷങ്ങള്? പുതിയ വിശേഷം, പാട്ടൊക്കെ കിട്ടുന്നുണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ തിരക്കാണ്. കഴിഞ്ഞോടുകൂടി തിരക്കായി. പറ്റത് ഇപ്പൊ ഒരു 1 year ആയല്ലോ അല്ലെ? ഒരു 1 year മിസ് ആവുന്നുണ്ടോ ഫ്രണ്ട്സിനൊക്കെ? ശരിക്കും ഡെയിലി ഇപ്പൊ വിളിക്കൊക്കെ ചെയ്യല്ലേ? നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവൂലല്ലേ? അതിലൊക്കെ ഡെയിലി സംസാരങ്ങളാണ്. വിളിക്കും. ആ ഒരു സെക്കൻഡ് റണ്ണറപ്പ് ആയി എന്നുള്ള ആ സമയത്ത് ആ മൊമെന്റിൽ എന്തായിരുന്നു മോളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്? എന്തായാലും ഫൈനൽ 5-ലായിരുന്നല്ലോ. ഓൾറെഡി വിന്നർ ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഫൈനൽ 5-ലുണ്ടായ എല്ലാവർക്കും ഏത് പൊസിഷൻ ആയാലും ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും ഫൈനലിൽ കേറാന്ന് പറയുന്നത് സന്തോഷല്ലേ? അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാരും അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് പൊസിഷൻ കിട്ടിയാലും എല്ലാവർക്കും സന്തോഷമായിരുന്നു. അപ്പൊ നമുക്ക് ഉള്ളിൽ എല്ലാവരുടെയും കിട്ടുമ്പോ നമുക്ക് സന്തോഷമുണ്ട്. അപ്പൊ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആരായിരിക്കും വിന്നർ എന്ന് അറിയാനുള്ള ടെൻഷൻ കൂടിയിട്ടുള്ളൊരു അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലൊക്കെ പോയ സമയത്ത് എന്തായിരുന്നു? പിന്നെ അത് പ്രോഗ്രാം കഴിഞ്ഞ് പോവാന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ലെവലാണല്ലോ. പിന്നെ പോകുന്നത് ഒരു വിന്നിങ് ഇതിലുണ്ടല്ലോ, മൊമെന്റ് ആണല്ലോ. അതെങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ? സ്കൂളില് കുഞ്ഞു പിള്ളേരുണ്ടല്ലോ കുറെ പേര്, അവർക്ക് സേവ ചേച്ചി വന്നു ഭയങ്കര വലിയൊരു സെലിബ്രിറ്റി വന്ന പോലത്തെ ഫീൽ ആയിരിക്കും. ഇപ്പൊ ചെല്ലുമ്പോഴും അവര് ടാറ്റ കൊടുക്ക് അങ്ങനെയാ. പിന്നെ കുറച്ചുകൂടെ വലിയ ആൾക്കാർക്ക് അറിയാലോ, പിന്നെ എല്ലാവരായിട്ടും കമ്പനിയാണ്. അപ്പൊ പിന്നെ നമുക്ക് ഫ്രണ്ട്സ് എന്ന ആ ഒരു സാധനം തന്നെയാണ് എല്ലാവരും. 1 year കംപ്ലീറ്റ് ജേണി അല്ലേ ഈ ടോപ്പ് സിംഗർ എന്ന് പറയുന്നത്? അപ്പൊ സ്കൂളും ഈ മറ്റേ ഷോസും തമ്മിൽ എങ്ങനെയാ അത് മാനേജ് ചെയ്തോണ്ടിരുന്നത്? സ്കൂൾസ് നോട്ട്സ് അയച്ചു തന്നിരുന്നു, പിന്നെ അത് പഠിക്കും, പിന്നെ എക്സാം എഴുതും. സ്കൂളിൽ നിന്ന് സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ കാരണം 9th കുറച്ച് ഒരു എന്താ പറയാ 9th and 10th എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫ് അല്ലേ? അപ്പൊ നോട്ട്സ് ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തു? ഫ്രണ്ട്സ് തരുന്നു, അപ്പൊ എഴുതുന്നു. അങ്ങനെ ഞാനും നീഹാരൊക്കെ ഒരുമിച്ചിരുന്നു. പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ചിരുന്നാ പഠിക്കാന്ന്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എഴുതും. ഞങ്ങൾക്ക് 9th തന്നെയാണല്ലോ രണ്ടുപേരും. അപ്പൊ പഠിക്കാനൊക്കെ ഒരേപോലെ തന്നെയല്ലേ? അപ്പൊ അങ്ങനെ ഇരുന്ന് പഠിക്കും. ഇഷ്ടമുള്ള ഫേവറേറ്റ് സബ്ജക്ട് ഏതാണ്? എനിക്ക് ഇംഗ്ലീഷ് കുഴപ്പമില്ല, മലയാളം, ഇപ്പൊ ബയോളജി എനിക്ക് ഇഷ്ടമാണ്. ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മള് പറയല്ലോ ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റും കൂടെ ഇഷ്ടമാവും. സ്കൂളിലൊക്കെ ഇപ്പൊ ഏത് പാട്ടാ പാടി കൊടുക്കുന്നത്? ഇപ്പൊ 9th-ലേക്കല്ലേ? ഇപ്പൊ 9th-ലാണ്. ഓക്കെ. ഇപ്പൊ ക്ലാസ് തുടങ്ങിയില്ലേ? ക്ലാസ് ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളെ ഏത് പാട്ടാ പാടാൻ പറയാ? അവർക്ക് ഇപ്പൊ മറ്റേ ട്രെൻഡിങ് ആവുന്ന കുറെ സോങ്സ് ഉണ്ടാവും. പാട്ടൊന്നുമില്ല. സ്കൂളിലെ ഫംഗ്ഷനൊക്കെ പോയിട്ട് ഇപ്പൊ സ്റ്റേജിലൊക്കെ പോയിട്ട് ഗസ്റ്റ് ഒക്കെ ആയിട്ടിരിക്കാറുണ്ടല്ലേ? അതൊക്കെ നല്ല രസമായിരുന്നു. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരിക്കും സ്കൂളിൽ തന്നെ. അവരുടെ ഒരു വെൽക്കമിങ് എങ്ങനെയായിരുന്നു? കഴിഞ്ഞത് ഫിനാലെ കഴിഞ്ഞ് ചെന്നിട്ടുള്ള ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് സ്കൂളിൽ ചെന്നപ്പോ ഞങ്ങക്ക് അവിടെ അരിപ്പാലം സ്ഥലം, അവിടെ നിന്ന് സെന്ററിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ ബാൻഡൊക്കെ വെച്ചിട്ടായിരുന്നു അവിടുന്ന് ബാൻഡ് വെച്ചിട്ടാണ് സ്കൂളിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഗസ്റ്റ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ അനുമോദനം കിട്ടി, ടീച്ചേഴ്സ് ഒക്കെ സംസാരിച്ചു. എത്ര വയസ്സ് മുതലാ പാട്ട് മോള് പഠിക്കാൻ തുടങ്ങിയത്? ഞാൻ ഇപ്പൊ ശരിക്കും അടുപ്പിച്ച് പോകാൻ തുടങ്ങിയിട്ട് ഒരു 2 വർഷമായി ഉണ്ടാവുള്ളൂ. പിന്നെ
ടോപ്പ് സിംഗറിലേക്ക് വന്ന കാരണം അതും ബ്രേക്ക് ആയി. അപ്പൊ ഈ 2 വർഷമായിട്ടുള്ള പാട്ട് പഠിക്കാൻ തുടങ്ങി? കറക്റ്റ് പഠിക്കാൻ തുടങ്ങി. പോയിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇപ്പൊ കുറച്ച് പഠിച്ചിട്ട് പിന്നെ അങ്ങനെ നിൽക്കുന്നു, പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെ. അപ്പൊ ആരാ വീട്ടില് മോള് പാട്ട് പാടുന്നൊക്കെ കണ്ടുപിടിച്ചത് ആരാണ്? പപ്പ നന്നായിട്ട് പാടുന്നു തോന്നുന്നുണ്ടല്ലേ? പാട്ട് നന്നായിട്ട് പാടും. ആൾക്ക് ഫ്ലൂട്ടാണ്. ശരിയാ. അപ്പൊ ചെറുപ്പത്തില് മോള് പാടിക്കൊണ്ടിരുന്നായിരുന്നു? അപ്പൊ പപ്പ പറഞ്ഞു പാടുന്നുണ്ട്. പപ്പനെ കണ്ടുപിടിച്ചത് എങ്ങനെ, ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇതൊക്കെ. അപ്പൊ ആള് പാടിപ്പിക്കും. പിന്നെ പ്രോഗ്രാംസിന് കൊണ്ടുപോകും. അങ്ങോട്ട് ചോദിച്ചു ചാൻസ്, അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ചു. അല്ല, അപ്പൊ ഈ പ്രോഗ്രാംസിന് പോകുമ്പോ പാട്ട് പഠിച്ചിട്ടില്ല? പാട്ട് പപ്പ തന്നെ പഠിപ്പിക്കുന്നത്. പപ്പ പഠിപ്പിക്കുന്നുണ്ട്, പാട്ട് പഠിപ്പിക്കാറുണ്ട്. പപ്പ ഇങ്ങനെ പാട്ട് ഫിലിം സോങ്സ് ഒക്കെ പഠിപ്പിച്ചിട്ട് സോങ്സ് പഠിപ്പിക്കും. അങ്ങനെ. അതൊക്കെ ഏത് ക്ലാസ്സിലായിരുന്നു? അതൊക്കെ ചെറുതിലെ തൊട്ട് ഇങ്ങനെ പഠിപ്പിക്കും. ഫസ്റ്റ് പാടിയത് ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് പാടിയ പാട്ട് സ്റ്റേജിലൊക്കെ അംഗനവാടിയിൽ വെച്ചിട്ട് അത് ഫിലിം സോങ് അല്ല, സ്റ്റേജിൽ ആദ്യമായിട്ട്. പക്ഷെ ഒരു ഗ്രൂപ്പ് സോങ് പോലെയായിരുന്നു. അത് അവിടെ തന്നെ പഠിപ്പിച്ചെന്നൊരു പാട്ടാ, ഫിലിം സോങ് അല്ല. ഫിലിം സോങ്സ് ആയിട്ട് ഏതാ പാടിയത്? ഓലഞ്ഞാലിക്കുരി. അത് ഞാൻ പപ്പേനെ പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പാടണ ഇതൊക്കെ ചോദിച്ചിട്ട് വീഡിയോ വൈറലായി. അത് ടോപ്പ് സിംഗറിൽ ഇട്ടുണ്ടായിരുന്നു. അത് ആ പാട്ട് പപ്പേനെ പഠിപ്പിക്കായിരുന്നു? പപ്പേനെ പഠിപ്പിച്ചിട്ട് പപ്പയ്ക്ക് തിരുത്തി കൊടുക്കും. പപ്പ ആദ്യം എന്നെ പഠിപ്പിച്ചെന്നുണ്ട് ആ പാട്ട്. എന്നിട്ട് പിന്നെ പപ്പേന്റെ അടുത്ത് ചുമ്മാ ഇപ്പൊ ട്യൂൺ മാറ്റിയൊക്കെ പാടും. ഓലഞ്ഞാലിക്കുരുവി വേറെ ഏതെങ്കിലും ട്യൂണിൽ പാടും. അപ്പൊ ഞാൻ എന്തിട്ടാ പപ്പ പാടണേ, അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പാടിക്കൊടുക്കും. ഒരു വീഡിയോ. അത് നല്ലൊരു പാട്ടുമാണല്ലേ ആ പാട്ടാ ഫസ്റ്റ് പാടിയത്? ഞാൻ പെട്ടെന്ന് സെബാ മൂന്നൊക്കെ കേട്ടോ, പെട്ടെന്ന് ഓർത്തത് എന്താ മൂന്ന് എന്നുള്ളൊരു സംഭവം. എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാവും ആ പേരിനൊരു ഇതുള്ള വെറൈറ്റി പേരാണല്ലോ എന്ന്. അതെന്താ മൂന്ന് വെക്കാനുള്ള കാരണം എന്താണ്? എന്റെ മുഖത്ത് ഇവിടെ ഒരു ചെറിയൊരു പാട്, ഒരു മൂണ്ട് പോലത്തെ ഒരു ചെറുതായിട്ട് നോക്കണം, സൂക്ഷിച്ചോക്കണം. അപ്പൊ അത് കണ്ടപ്പോ ഈ ചന്ദ്രനും ഇങ്ങനെ ഒരു ചന്ദ്രക്കല ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാധനം പോലെ തോന്നിയെന്നാ പറയണേ. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ മൂന്നെന്നുള്ളൊരു സൈഡ് സേർനെയിം പോലെ ഇങ്ങനെ മൂന്ന് വെച്ചു അല്ലേ? സ്കൂളിൽ അങ്ങനെ പിള്ളേര് ചോദിക്കാറുണ്ടോ അതെന്താ മൂന്ന് വെച്ചത് എന്നുള്ളതൊക്കെ? ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ കുറച്ചാൾ മുന്നാണ് ഈ കഥകളൊക്കെ അറിഞ്ഞത്. ചോദ്യങ്ങള് കൂടുതൽ കേട്ടപ്പോ വീട്ടില് ചോദിക്കാൻ തുടങ്ങി, എനിക്ക് മാത്രമുള്ളൂ ഇങ്ങനെ ഒരു പേര്. പക്ഷെ ഒരു വെറൈറ്റി പേരല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇരട്ട പേരുകളുണ്ടല്ലോ, ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ചന്ദ്രേട്ടൻ എവിടെയാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ? അപ്പം റിയാലിറ്റി ഷോയിൽ എങ്ങനെയാ മോളത്, എങ്ങനെയാ അതിലേക്കുള്ളൊരു എൻട്രി വന്നത്? പപ്പ തന്നെ ഇങ്ങനെ ടോപ്പ് സിംഗറിൽ തന്നെ ഞാൻ 3-4 വട്ടം പോയിട്ടുണ്ട്. സീസൺ 2 പോയിട്ടുണ്ട്. അതിൽ ഹൈ പ്രയോറിറ്റി ആയിരുന്നു. അത് ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ മര്യാദക്ക് നോക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ പോയതാ. അപ്പൊ പിന്നെ അതിൽ ഹൈ പ്രയോറിറ്റി കിട്ടിയപ്പോ പിന്നെ പോവാം, നോക്കാം, ചാൻസ് ഉണ്ട് എന്നുള്ളൊരു സാധനം വന്നു. ഭയങ്കര ഇഷ്ടമാണ് റിയാലിറ്റി ഷോ, എല്ലാം കാണാറുണ്ട്. ടോപ്പ് സിംഗർ മെയിൻ ആയിട്ട് കണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനെ പോണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് ട്രൈ ചെയ്ത് സീസൺ 4 പോയി. 4 പോയപ്പോഴും അതിൽ കിട്ടുന്ന ഞാൻ കുറച്ച് എക്സ്പെക്ട് ചെയ്തു. അതുകൊണ്ട് അതിൽ കിട്ടാണ്ടായപ്പോ ഭയങ്കര സങ്കടമായി. പിന്നെ സീസൺ 5 വരുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. കാരണം 2-3 വട്ടം പോയല്ലോ, പിന്നെ ഇതില് വരുന്നില്ല കൊറേ വീട്ടില് പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ പപ്പ ഇത് ലാസ്റ്റ് അല്ലേ, ഏജ് ഉണ്ടല്ലോ, ഏജ് ലിമിറ്റ്, അപ്പൊ ലാസ്റ്റ് അല്ലേ, ഇതിലും കൂടെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ. ഇതില് വരില്ലെന്ന് ആദ്യം പറഞ്ഞു. ഇതില് വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതാ. പിന്നെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ. പപ്പയാണ്, പപ്പയ്ക്ക് താങ്ക്സ് പറയണം. പപ്പ പറഞ്ഞിട്ടാണ് ഇപ്പൊ അതില് പോയത്. ഇതില് പോയപ്പോ ഏത് പാട്ടാ പാടിയത് ഫസ്റ്റ് ജഡ്ജസിന്റെ അടുത്തുള്ള പാട്ട്? ഓഡീഷൻ ചാടി പാടി തന്നെ നല്ല റേഞ്ചുള്ള പാട്ടാണ്. പിന്നെ മറ്റേ ചന്ദമാമ ഫാസ്റ്റ് നമ്പർ, അത് രണ്ടായിരുന്നു ഓഡീഷന് പാടിയത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 ഇയർ മൊത്തം അതിന്റെ അവിടെ തന്നെ ഇരുന്നു അടിച്ചു പൊളിച്ചു അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു വലിയൊരു ട്രെയിനിങ് സ്കൂള് പോലെയായിരുന്നു അല്ലേ? ഭയങ്കര നന്നായിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പാടുന്ന സ്റ്റൈൽസ് ഒക്കെ മാറും. എന്തൊക്കെ വ്യത്യാസങ്ങളാ വന്നത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ? കുറച്ചുകൂടെ നമുക്ക് പാട്ടിനെ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ അത് പാട്ടിനോട് എങ്ങനെ നോക്കണം, അതെങ്ങനെ ഓപ്പൺ ത്രോട്ടിൽ പാടുക, തുറന്നു പാടുക, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കിട്ടും. ഒരു പാട്ട് ഇപ്പം നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് പാടിയ പാട്ട് ഏതാ? മീൻസ് തീരെ കിട്ടുന്നില്ല ഈ പാട്ട് അങ്ങോട്ട്, അങ്ങനെ വല്ല സോങ്സ് ഉണ്ടാവും അങ്ങനെ? ക്ലാസിക്കൽ ബേസ്ഡ് ഒക്കെ ഉണ്ടാവും അല്ലേ? കൊറേ, അത് മിക്ക പാട്ടും അത്യാവശ്യം ടഫ് തന്നെയാണ്. അത് ഓരോ പാട്ടിന് ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ടത് കളഭം തരാം അതും പിന്നെ സംഗീതമേ സാമജി, അത് ഞാൻ സെമി ഫൈനലിൽ പാടിയത്. എത്ര സമയം എടുക്കും ഒരു പാട്ട് പഠിക്കാൻ വേണ്ടിട്ട്? ശരിക്കും പഠിക്കാൻ അത്
പാട്ടനുസരിച്ച് പക്ഷെ 2 ദിവസം 3 ദിവസത്തിനൊക്കെ അത്യാവശ്യം പഠിക്കാൻ പറ്റും. പിന്നെ ലിറിക്സാ പ്രശ്നം ഉണ്ടാവുള്ളൂ. ലിറിക്സിന്റെ മൈൻഡിലിരിക്കണമല്ലോ. അതെ അതെ. അത് തെറ്റിയിട്ടുണ്ടോ എവിടെയെങ്കിലും? ആണോ? എവിടെ? ഏത് പാട്ടില്? സംഗീതമേ സാമജിക്ക് തെറ്റിപ്പോയിട്ട് പാടിയുണ്ടല്ലേ? ജഡ്ജസ് കണ്ടുപിടിക്കുകയും ചെയ്തു. അത് പിന്നെ വേറെ ഏതോ പാട്ടിന് ഞാൻ ശരിക്കും മറന്നുപോയിട്ട്, പക്ഷെ അത് ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ കിട്ടാ പറയില്ലേ, അങ്ങനെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ലിറിക്സ് ഒക്കെ. കുറച്ച് പാട്ടിലൊക്കെ ലിറിക്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറെ എടുത്ത് പാടുന്നു അങ്ങനെയൊക്കെ. ഏറ്റവും കൂടുതൽ കേൾക്കണ പാട്ടുകൾ ഏതാ? പഴയ പാട്ടുകൾ. എനിക്കൊരു എന്താ പറയാ, ടോപ്പ് സിംഗറിൽ പാടിയത് അധികം പഴയ ഓൾഡ് മെലഡീസും അങ്ങനെയൊക്കെയാണല്ലേ. ഇഷ്ടമുള്ള പാട്ട് ഏതാ? പഴയ പാട്ട് അങ്ങനൊക്കെ മീൻസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കണ പാട്ട് അങ്ങനെ ഉണ്ടോ? എപ്പോഴും പ്ലേലിസ്റ്റിലെ പാട്ടുകൾ ഏതൊക്കെയാ? പഴയതാണ്. ഞാൻ കൂടുതലും തമിഴ് കേൾക്കാറുണ്ട്. തമിഴ് സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മറ്റേ ഏതോ ആറുമുകിൽ, പിന്നെ വെട്ടത്തിലെ കുറെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഒരു കാതിലോല, അങ്ങനത്തെ കുറെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. നമുക്കൊരു പഴയ പാട്ട് ഏതെങ്കിലും ഇപ്പൊ സംസബയുടെ പാട്ട് കേൾക്കാനായിരിക്കും ആൾക്കാർക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ഏതെങ്കിലും ഒരു പഴയ പാട്ടില് മോൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട്? ഏതോ കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, ഏതോ കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, ഇങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ, അവിടും നിൻ ഗാനം കേൾക്കാൻ. അടിപൊളി. ജാനകിയുടെ പാട്ട് അല്ലേ? അതിന്റെ ലിറിക്സ് എഴുതിക്കുന്നത് ആരാന്നറിയില്ലേ? ഭാസ്കരൻ മാഷ്. പിന്നെ അതിന്റെ മ്യൂസിക് ബാബുരാജ് മാഷ്. ബാബുരാജ് മാഷിന്റെ ഒക്കെ കേൾക്കാറുണ്ടല്ലോ? കൊറേ പാട്ടുകൾ, എല്ലാ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഈ പാട്ടല്ലാണ്ട് ബാക്കി ഹോബീസ്? ഞാനന്ന് കണ്ടത് നിഹാരയുടെ കൂടെ ഡാൻസ് ഒക്കെ കളിക്കുന്നത്. പഠിച്ചിട്ടല്ലാന്ന് പറഞ്ഞു, പക്ഷെ അത് പഠിച്ച പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല. ഇല്ല അല്ലേ? ഞങ്ങൾക്ക് പാട്ടാണ് മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഡാൻസ് ഒക്കെ അങ്ങനെ കളിച്ചു പോകുന്നു. അതെനിക്കൊന്ന് സ്പോട്ടില് പെട്ടെന്ന് കൊറിയോഗ്രാഫി ചെയ്ത് കുറച്ചേരം കൊണ്ട്. പക്ഷെ അപ്പം ഡ്രസ്സും നിങ്ങൾ സെയിം എങ്ങനെ ഒപ്പിച്ചു? ഡ്രസ് അത് മറ്റേ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാം സെയിം കിട്ടി. പിന്നെ കുറെ നേരത്തേക്ക് ഫ്രീ ആയിരുന്നു. രാവിലെ ഷൂട്ട് പാട്ട് ചെയ്ത് ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഫുൾ ഫ്രീ ആയിരുന്നല്ലോ. പക്ഷെ അത് ഭയങ്കര രസം. നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലത്തെ ഒരു ഫീൽ ഇരുന്നത് കണ്ടപ്പോ. ഞങ്ങൾക്ക് നേരത്തെ പ്ലാൻസ് ഉണ്ട്. ഡാൻസ് ഇങ്ങനെ 3-4 റീൽസ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് അയച്ചിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ ഒന്നും നടക്കാറില്ല. അന്നെന്തോ ചെയ്യാം അത് ഒട്ടും ഞങ്ങൾ ആ നേരത്തുള്ള സാധനം പ്ലാൻ ആയിരുന്നില്ല. അപ്പൊ ഡ്രസ്സ് ഒരേപോലെയാണ്. പിന്നെ കുഴപ്പമില്ല, ഒരു ക്ലാസിക്കൽ ടച്ച് ഒരു ചുരിദാറായിരുന്നല്ലോ. അപ്പൊ ആ പാട്ടിന് നോക്കാൻ പറ്റിയ ഉന്നയിക്കാണ്. അതെ 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 അതെ. നല്ലൊരു പാട്ടും എടുത്തിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും ഓഫ് സ്ക്രീനാണ് നിങ്ങൾ കൂടുതലും എൻജോയ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ട് നല്ല ഫണ്ണിയസ്റ്റ് മൊമെന്റ് എന്തെങ്കിലും അവിടെ? ഫണ്ണിയസ്റ്റ് മൊമെന്റ് കൊറേ ഉണ്ട്. അതായത് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന മൊമെന്റ്സ് ഒക്കെ കോമഡിയാണ്. ഞങ്ങൾ എന്താ പറയുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പിടി കിട്ടില്ല. ഞങ്ങൾ വെറുതെ ഇരുന്ന് ചിരിക്കണോ. ഇവരൊക്കെ മറ്റേ ഫുഡ് കഴിക്കാതിരിക്കുമ്പോ വേറെ നമ്മുടെ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും എന്താ പറ്റിയത് ഇവർക്ക്. ഞാനും നിഹാര അനശ്വര് ഞങ്ങൾ 3 പേര് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുണ്ടായിരുന്നു ചിരി എന്ന് പറഞ്ഞാൽ 2 പേർക്കും ചിരിയാണ് മെയിൻ. ഭയങ്കര ഉറക്കമുള്ള മറ്റേ യക്ഷി ചിരിയൊക്കെ. എനിക്ക് അങ്ങനെ ചിരിക്കാൻ പറ്റില്ല. എനിക്കങ്ങനെ ചിരിക്കാൻ അറിഞ്ഞൂടാ. അപ്പൊ ഇവരുടെ കൂടെ കൂടിയിട്ട് കുറച്ചൊക്കെ ചിരി എനിക്ക് വന്ന് തുടങ്ങി. അങ്ങനത്തെ സൗണ്ട്. അപ്പൊ അത്രയും അവര് ഭയങ്കര സൗണ്ട് എടുത്തിട്ട് ചിരിക്കും. ഞാനാണെങ്കിൽ ഇങ്ങനെ ചിരിക്കുന്ന കൂട്ടം. എനിക്ക് തോന്നുന്നു നിഹാര ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പിച്ചിലും മാന്തലും പുള്ളലും ഒക്കെയാണ്. എന്നെ പക്ഷെ രോമം പറിക്കുന്ന സ്വഭാവം ഉണ്ടാവും. പക്ഷെ എനിക്കുണ്ട് രോമം, പക്ഷെ എന്നെ പറക്കില്ല. ഇല്ല, എന്നെ തിരിച്ച് കിട്ടും. എന്റെ പേടിയാ ഈ രോമത്തിന്റെ കാര്യത്തിലുള്ള. കടിക്കവള് കടിക്കും അടിക്കും അതൊക്കെ ഉണ്ട്. അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. അത് വെച്ചൊക്കെ മനുഷ്യരെ ഭേദം. പ്രാക്ടീസ് ചെയ്യുമ്പോ എന്താ പറയാ, അമ്മമാരാണ് ഏറ്റവും കൂടുതൽ വഴക്ക് പറയാറെന്നൊക്കെ പറയാറുണ്ട്. അതിന് നമുക്കുള്ള ടെൻഷനേക്കാളും കൂടുതൽ അവർക്കാ. നമുക്ക് ചിലപ്പോ ഒരു ഐഡിയ ഉണ്ടാവും. നമ്മളിപ്പോ ഫുൾ പ്ലാൻഡ് ആയിരിക്കും. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര നേരം നമുക്ക് വേണമെങ്കിൽ കുറച്ചേരം വെറുതെ ഇരിക്കാം, കുറച്ചേരം അവരുടെ കൊടുക്കാം, പിന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇവരതിന് സമ്മതിക്കില്ലേ. ഇവരപ്പോഴേക്കും പാട്ട് പഠിക്കണല്ലേ അവള്. ഇങ്ങനെ തുടങ്ങും. അത് നീഹാരയുടെ അമ്പിളിയമ്മ. അതെ, അമ്പിളിയമ്മ എന്നെ ഒന്ന് ചീത്ത പറയും, നീ പാട്ട് പഠിക്കണേ.
അത് അതിപ്പോ അവളുടെയും ഞങ്ങൾ രണ്ടുപേരും കോമ്പറ്റീഷൻ ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ പഠനത്തിൽ കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ ഇവളുടെ അമ്മയ്ക്ക് എന്റെ അമ്മയ്ക്കൊക്കെ എന്റെ അമ്മ ചിലപ്പോ അവളുടെ അടുത്ത് ചെന്ന് പറയണ്ടാവും ആ സാധനം അത് അങ്ങനെ പഠിക്കി, അത് അവിടെ ഇരുന്ന് പഠിക്കുക, അത് എപ്പോഴും കേൾക്കണം. അവളുടെ അമ്മ വന്നിട്ട് എന്റെ അടുത്ത് പറയും നീ ആ പാട്ട് നോക്കി ആ പോർഷൻ നോക്കി അത് നിനക്ക് പോവും എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് ഒന്ന് പറയും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ടെൻഷൻ തരുന്നത് അമ്മമാരാണ്. അവർക്ക് പാട്ട് മാക്സിമം നന്നാക്കാനുള്ളൊരു. അതെ, സെമി ഫൈനലിന് ഞങ്ങക്ക് ലിസ്റ്റ് പാട്ടിന്റെ ഇതൊക്കെ വന്നപ്പോ ഞങ്ങൾ ആ സെമി ഫൈനലായി. ഞങ്ങക്ക് എക്സൈറ്റ്മെന്റ്. ഇവരപ്പത്തൊട്ട് ഞങ്ങക്ക് ഇല്ലാത്ത ടെൻഷൻ കയറ്റി തരാ. എക്സാമിനൊക്കെ പോണ പോലെ. എക്സാമിന് പിന്നെയും കുഴപ്പമുണ്ടാവില്ല. ഫൈനൽ എക്സാമിനൊക്കെ പോണ പോലെ ഇങ്ങനെ എന്താ പറയാ. പക്ഷെ അത് അവരുടെ ടെൻഷൻ കാരണമാണ്. ഇപ്പൊ അമ്മമാരില്ലാത്ത മോളുടെ അമ്മയ്ക്കും ഇല്ലാത്ത സമയത്തൊക്കെ മറ്റുള്ള അമ്മമാര് വന്നിട്ടൊക്കെ അവരൊക്കെ സ്വന്തം അമ്മമാരെ പോലെ തന്നെ എനിക്ക് അവിടെ ചെന്നപ്പോ അമ്മമാരെയും അതായത് നമുക്ക് സ്വന്തം അമ്മേനെ പോലെ തോന്നാൻ പറ്റുന്ന കുറെ ആൾക്കാര് അച്ഛന്മാരെയും ഗൗതമിയുടെ അച്ഛനൊക്കെ എപ്പോഴും സംസാരിക്കും. പിന്നെ ഇവരുടെ നിഹാരയുടെ അമ്മ അമ്പിളിയമ്മ എന്നാ വിളിക്കുക, സ്വന്തം അമ്മേനെ പോലെ എനിക്ക്. പിന്നെ സബിത ആന്റി എന്നാ വിളിക്കണേന്നുള്ളൂ. അതെനിക്ക് അങ്ങനെ വിളിച്ച ആദ്യമേ ശീലിച്ചിട്ട് അമ്മേനെ പോലെ തന്നെ എല്ലാവരും. അപ്പൊ നമുക്ക് എന്താവശ്യണ്ടെങ്കിലും എനിക്ക് അമ്മയില്ലേലും അവരെ മതി. ഇപ്പൊ നീഹാരയ്ക്ക് ഒരാണോ വയ്യാണ്ടായിട്ട് അവൾക്ക് കിട്ടും, എല്ലാവർക്കും അങ്ങനെ തന്നെ. ഇപ്പൊ എന്റെ അമ്മേനായാലും നീഹാരയ്ക്ക് ഒരാണോ വയ്യാണ്ടായിട്ട് ആശുപത്രിയിൽ പോകുമ്പോ അവള് പറഞ്ഞു ലിനി ആന്റീനെ അല്ലെങ്കിൽ എന്റെ അമ്മേനെ അല്ലെങ്കിൽ അനശ്വരയുടെ അമ്മേനെ വിളിക്കണം, അവൾക്ക് വേണം, അവരാരെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ ഒരുമിച്ചാ പോയത്. അവരുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്, ബോണ്ടിങ് ആയിരുന്നു. ശരിക്കും നമുക്ക് സ്വന്തം അമ്മേനെ പോലെ തന്നെ അത്രയും അറ്റാച്ച്മെന്റ്. നമ്മൾ അത്രയും നമ്മൾ പാട്ടില് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. പിന്നെ ഹെൽത്തിന്റെ കാര്യത്തിലും ഫുഡ് കഴിക്കാനും ഒക്കെ സ്വന്തം അമ്മേനെ പോലെ തന്നെ കൊടുക്കും. ഇപ്പോ എനിക്ക് തോന്നുന്നു ഫിനാലെ കഴിഞ്ഞവരും കൂടി ഒരുപാട് അമ്മമാരെയും കിട്ടി അല്ലേ. ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ സ്വന്തം പോലെ സ്നേഹിക്കുന്ന കുറെ അമ്മമാരെയും കിട്ടി. കാരണം ഒരു കൊല്ലം ഉണ്ടല്ലോ, ഒരു കൊല്ലം നിങ്ങളുടെ കുസൃതിത്തരങ്ങളും കളികളും ചിരികളും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഓരോ അമ്മയ്ക്ക് മനസ്സിലാവും ഇന്ന കുട്ടിക്ക് ആവശ്യം ഇതാണ്. അങ്ങനെ എല്ലാം പെട്ടെന്ന് ഇപ്പൊ എന്താ പറയാ സാഡ് ആയിട്ടിരിക്കുന്ന അമ്മ വന്നിരുന്ന് അല്ലേ. അയ്യോ മോട്ടിവേഷൻ തരാൻ നീഹാരയുടെ അമ്മ കഴിഞ്ഞിട്ടേ വേറെ ആളല്ലേ. പാടാൻ കയറുന്നതിന് മുന്നേ കൊറേ ഇങ്ങനെ പറഞ്ഞുതരും നമുക്ക്. അത് അങ്ങനെയൊക്കെ ചെയ്യണം, നിങ്ങള് അത് നോക്കണ്ട, ഇത് ശ്രദ്ധിക്കണ്ട ഒക്കെ പറഞ്ഞിട്ട് പാട്ടിന്റെ ചില പോർഷൻസ് ഒക്കെ ഉണ്ടാവല്ലോ. ആൾക്കറിയാം, അമ്പിളിയമ്മയ്ക്ക് പാട്ടറിയാം. അപ്പൊ ആള് പറഞ്ഞുതരും ആ പോർഷൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത്രയും മോട്ടിവേഷൻ ഒക്കെ തരും. പിന്നെ കൊറേ അങ്ങനെ ആള് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. എന്നിട്ടാണ് സ്റ്റേജ് കയറ്റാറുള്ളൂ. പാടാൻ കയറുന്നതിന് മുന്നേ വരും. ഈ പാടാൻ കയറക്കട മുന്നേ മോൾ എന്തെങ്കിലും പ്രത്യേക ഇത് വല്ല എടുക്കാറുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എന്നെ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. എനിക്ക് ചൂടുവെള്ളം കുടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ഫുഡ് കൺട്രോളിങ് ഒന്നുമില്ല. നല്ലതാ അത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം നമ്മൾ അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയി പോകും. ഇപ്പൊ ഈ വെയിലത്തൊക്കെ കുട പിടിച്ചിറക്കുന്നത് എനിക്ക് അങ്ങനത്തെ പരിപാടിയേ ഇല്ല. അതെനിക്ക് ആദ്യം അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാവും. അല്ലെങ്കിൽ പിന്നെ നമ്മള് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും രസം വരുമ്പോ തൊണ്ടയ്ക്ക് നേരെ കയറി പിടിക്കും. അപ്പൊ തണുത്തതൊക്കെ കഴിക്കും, എല്ലാം കഴിക്കും. അടുപ്പിച്ച് കഴിക്കല്ല, ഇപ്പൊ വല്ലപ്പോഴൊക്കെ അങ്ങനെ കഴിക്കലുണ്ട്. ഒന്നിനോടും ഇല്ല. വീട്ടിലങ്ങനെ എന്റെ അടുത്ത് അത് തിന്നണ്ടെന്നൊന്നും പറയില്ല. അപ്പൊ ചിലപ്പോ കോമ്പറ്റീഷന്റെ തലേദിവസമൊക്കെ തിന്നരുത് അങ്ങനത്തെ ഇതൊക്കെ വരും. അല്ലാണ്ട് ഞാൻ അവിടെ ടൈമിൽ ഞാൻ ഐസ്ക്രീം ഒക്കെ തിന്നുന്നുണ്ട്, തണുത്തൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആ ഞാറ്റുവേല കിളി എന്നുള്ള പാട്ടിലേക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ആ ഒരു ധാവണിയും പിങ്ക് കളറ് അല്ലെ, മുടിയൊക്കെ മുടഞ്ഞ് രണ്ട് സൈഡിൽ കൂടെ ഇട്ടിട്ട്. അപ്പൊ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ ആരാ, എങ്ങനെയാണ്? കോസ്റ്റ്യൂംസ് ഒക്കെ അവിടെ തന്നെ തരുന്നു, അവര് സെറ്റ് ചെയ്ത് തരും. കോസ്റ്റ്യൂം ഈദ് ചേട്ടൻ അങ്ങനെ അവരൊക്കെ എടുത്തു തരും. കോസ്റ്റ്യൂംസ് അനുസരിച്ചുള്ള ഹെയർ ഒക്കെ പിന്നെ അവിടെ ചെയ്തുതരും. ആക്സസറീസ് അതിലൊക്കെ വലിയ കുട്ടീനെ പോലത്തെ ഫീലായിരുന്നു. പിന്നെ സെറ്റ് സാരി എടുത്തിട്ടൊരു അതും ഒരു ഇപ്പൊ കാണുമ്പോ വളരെ ചെറിയ ആ ഒരു പാട്ട് ഞാറ്റുവേല കിളി നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഉള്ള പാട്ടായിരുന്നു. അത് കോസ്റ്റ്യൂം അതിൽ ഏതൊരു എക്സ്പ്രഷൻ ഉണ്ട് എന്റെ അടുത്ത് എന്ത് താമര തരുന്നത് എന്താ സാധനം, അതില് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. എക്സ്പ്രഷൻസ് എന്തോ വന്നത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ നേരത്തെന്തോ വരുന്നത്. എനിക്ക് ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി കയ്യിന്ന് വരുന്നത് ആ നേരത്തെ. ജഡ്ജസ് ഒക്കെ ഭയങ്കര അല്ലേ, ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഏറ്റവും ഇഷ്ടമുള്ള ജഡ്ജ് ആരായിരുന്നു അതിലെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ എല്ലാവരും അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. റിമി ചേച്ചി ആണെങ്കിലും മധുചേട്ടൻ അല്ലേ. അതെ, മധുങ്ങളൊക്കെ എപ്പോഴും എന്തൊക്കെ ടിപ്സ് അവര് പറഞ്ഞുതരാറ്? ടിപ്സ് എന്റെ അടുത്ത് MG സാറാണ് കൂടുതലും. വാ തുറന്ന് പാട് പറയാ. ഞാൻ കുറച്ച് വാടച്ചിട്ട പാടാം. അപ്പൊ ഓപ്പൺ ആയിട്ട് പാടാൻ പറയാം MG സാർ എപ്പോഴും.
അതാണ് MG സാറാ മെയിനായിട്ട് എനിക്ക് ടിപ്സ് ഇങ്ങനെ തന്നിട്ടുള്ളത്. പാടിയിൽ വെച്ചിട്ട് മോളുടെ ഫേവറേറ്റ് സോങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? ഫേവറേറ്റ് ഒരു ഡ്യൂറ്റാ ഞാനും പാർവണിയും പാടിയത്, മേഘരാഗം. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അല്ലേ? അതെനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ പറയില്ലേ സ്വന്തമായിട്ട് പാടുമ്പോ. അതെ അതെ. അതേപോലെ നിഹാറുടെ കൂടെയും ഒരു ഡുവറ്റ് പാടിയിട്ടുണ്ടായിരുന്നല്ലോ. അത് ആസിഫ് അലിക്ക് വന്ന സമയത്ത്. അത് മറ്റേ കാണാമുള്ള, അതും നല്ല അല്ലേ? എനിക്ക് ഭയങ്കര നല്ല മെച്ചുവേർഡ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും അത് പാടണത് അല്ലേ? അത് നമുക്ക് ആ ഫീലിങ്സ് ഇമോഷൻസും ഭയങ്കര രസമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അത് നമുക്കിപ്പോ എന്തെങ്കിലും മിസ്റ്റേക്സ് അത് അറിയാലോ, അവൾക്ക് അറിയാലോ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് പാടാൻ പറ്റിയത് അതൊക്കെ തന്നെ. അതായത് അവള് എനിക്ക് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവള് പറഞ്ഞുതരും, അവളുടെ ഏതെങ്കിലും സ്ഥലം പോയി കഴിഞ്ഞാൽ ഞാൻ തിരുത്തി കൊടുക്കും. അങ്ങനത്തെ ഒരു അതുകൊണ്ട് തന്നെയാണ് പാട്ട് നല്ലതായത്. അതെ അതെ അതെ. തമിഴ് കേൾക്കാറുണ്ടോ പാട്ടുകള്? തമിഴാണ് കൂടുതലും കേൾക്കാറ്. വെറുതെ ഇരിക്കുമ്പോ കേൾക്കാറ് തമിഴാണ്. തമിഴ് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും പാടുക? കൺകളേതോ. അത് നമുക്കൊരു നാലുപേര് പാടിയാലോ? കൺകളേതോ തേട കലവാട നെഞ്ചം താനേ പാട പരന്തോട അടിയോ മുരരാ പൊഴുതോ ഓന அப்படி நான் ரசிச்சேன் உயிர் கொள்ளது ஓ நினப்பு கண்மணியே ஓ ஒரு 1000 வானவில்ல ஓம் பூவிழி காட்டுதடி அட சட்டன நீ மறைச்சா நான் என்ன சேவை புள்ள கண்கள் ஏதோ தேட கலவாட நெஞ்சம் தானே പാട പരന്തോട. കഴിഞ്ഞു പെട്ടെന്ന് അതിങ്ങനെ ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. തമിഴ് ഭയങ്കര ഇഷ്ടല്ലേ പാട്ടുകള്? ഇപ്പൊ ഫേവറേറ്റ് ഫുഡ് എന്താണ് മോളുടെ? ഫേവറേറ്റ് ഫ്രൈഡ് റൈസ്. ഞാൻ അവിടെ പോയാലും ചോദിക്കാം. ആണല്ലേ? ഫ്രൈഡ് റൈസ്. അങ്ങനെ ജങ്ക് ഫുഡ് വെച്ചാ അങ്ങനെയല്ല, ഇപ്പൊ ഇതിഷ്ടാണ്. പിന്നെ നാടൻ ഫുഡൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ. പിന്നെ അമ്മ തന്നു കഴിഞ്ഞാൽ തിന്നേ പറ്റൂ. അങ്ങനത്തെ അമ്മ തന്നു കഴിഞ്ഞാൽ പിന്നെ തിന്നേ പറ്റും. അമ്മ ഇങ്ങനെ നോക്കാറുണ്ടോ ഫുഡ് ഇന്നത് കൊടുക്കണം അല്ലെങ്കിൽ ഒന്നുമില്ല? അമ്മ എന്താ വെക്കുന്നോ തിന്നു. അല്ല അതല്ല, അമ്മ അങ്ങനെ മോളുടെ സൗണ്ടിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം. ഇപ്പൊ തൈരും മോരൊന്നും കഴിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. തൈര് അമ്മ റെസ്ട്രിക്ട് ചെയ്തിരുന്നു ഫൈനലിന്റെ ടൈമില്. തൈര് കഴിക്കണ്ട പറഞ്ഞിട്ട്. അത് വേണല്ലോ. അത്ര നാളേക്ക് ഇങ്ങനെ തൈരിനോട് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ താല്പര്യം വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഫൈനലിന്റെ ടൈമിൽ എനിക്കത് ഭയങ്കരമായിട്ട് ആഗ്രഹം കഴിക്കാൻ. ആ നേരത്ത് മാത്രം എടുത്ത് തിന്നരുത് പറഞ്ഞു. ആ ടൈമിൽ തന്നെ എനിക്ക് തിന്നാനും തോന്നി. അറിഞ്ഞൂടാ, എനിക്ക് നീഹാരിക്ക് ആ ടൈമിൽ അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നീഹാരിക്ക് അങ്ങനെയല്ലേ, ഞങ്ങൾ രണ്ടുപേർക്കും ഒരേപോലെ. അപ്പൊ അമ്മ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അമ്മക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് അപ്പൊ തിന്നണം. അപ്പൊ അമ്മ പറ്റില്ല, ഇപ്പൊ തരില്ല, ഫൈനലായിട്ട് എത്ര വേണേലും നീ കഴിച്ചോ. പക്ഷെ ഫൈനലായിട്ട് പിന്നെ എനിക്ക് തിന്നാൻ തോന്നിയിട്ടില്ല. അതാണ് ആ ടൈമിൽ തിന്നരുത് പറഞ്ഞു. അപ്പൊ തിന്നണം. അത് ശരി. അത് നമ്മൾ ഏതൊരു കാര്യം വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യണമെന്നുണ്ടല്ലോ. ഇപ്പൊ ഈ ഫിനാലെ കഴിഞ്ഞിട്ട് എല്ലാരും കണ്ടിരുന്നോ? പിന്നെ മീറ്റപ്പ് ചെയ്യാറുണ്ട്? എല്ലാവരും ഇല്ല, കാണാൻ പറ്റുന്ന ആൾക്കാർ. കോറസിന് പോകുമ്പോ അങ്ങനെ കാണുന്നുണ്ടല്ലോ. നിഹാരേനെയും പിന്നെ അനശ്വരനെ കണ്ടിട്ടില്ല, ഒരു സങ്കടമുണ്ട്. പിന്നെ ആർജിതനെ കണ്ടു, ദേവതീർത്ഥനെ, നിങ്ങളൊരു ആ ഒരു ഫൈനൽ 5 കണ്ടു. പിന്നെ അമേഘിനെ കണ്ടു, ദേവദർശൻ അണ്ണൻ. ദേവദർശൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അണ്ണൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവുള്ളൂ. അതെ 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 അതെ. നിങ്ങളുടെ ഇപ്പൊ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ എന്തൊക്കെയായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്? പാട്ടിനെ കുറിച്ചാണോ മെയിൻ ആയിട്ട്? അങ്ങോട്ട് കളിയാക്കലാണ് മെയിൻ സംഭവം. ഇതിന്റെ ക്രൂ ഉണ്ട്, നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പില് ക്രൂ ഉണ്ട്. നമ്മളെ ഇപ്പൊ വിഷ്ണുചേട്ടൻ, ചേട്ടനൊക്കെ കുറെ, സുജി ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവർക്കെല്ലാവർക്കും ഞങ്ങളെ കളിയാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് കളിയാക്കുന്നു, അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ തന്നെ അല്ലേ, കുറച്ചേരം കേട്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് അതിൽ മെയിൻ നടക്കുക. സോങ് ഡിസ്കഷൻ ഒക്കെ കുറവാ. പിന്നെ ഞാനും നീഹാരും തമ്മിലുണ്ടാവും, അല്ലെങ്കിൽ അനശ്വരും തമ്മിൽ അങ്ങനെ ഉണ്ടാവും. അതെടുത്താലും ഇതെടുത്താലും അങ്ങനത്തെ ഉള്ളൂ. ഈ ഗ്രൂപ്പിൽ അങ്ങനത്തെ ഒന്നുമില്ല. ഗ്രൂപ്പിൽ ഫുൾ കളിയാക്കലാണ്. എത്ര നേരം ഇരിക്കും മൊബൈലില്? കൂടുതൽ ടൈമിലുണ്ടാവും. അമ്മ ചീത്ത പറയാറുണ്ടോ അങ്ങനെ ഇരിക്കാൻ നേരത്ത്?
പഠിക്ക് പോയിട്ട് അല്ലെങ്കിൽ അല്ല ഞാൻ പറയാൻ കാരണം പ്രാക്ടീസ് മാറ്റിയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ടോന്ന്, അതോ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ വീട്ടില്? പ്രാക്ടീസ് ഇപ്പൊ കുറച്ച് എം ജി സാറ് ഇടയ്ക്ക് പറയാറുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഫൈനൽ കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രാക്ടീസിങ് കുറവാ. ഇപ്പൊ പഠിത്തം നോക്കണമല്ലോ. 8th പോയില്ലേ, ബേസ് കുറെ ഒക്കെ പോയില്ലേ, അപ്പൊ 9th നന്നായിട്ട് പഠിക്കണം. അടുത്തത് ഭയങ്കര അല്ല ഇപ്പൊ 10th ടഫ് 9th സിലബസ് മാറി. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി. പക്ഷെ നമ്മൾ എത്ര ഉണ്ടെങ്കിലും പ്രാക്ടീസ് അതിന്റെ കൂടെ തന്നെ ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു മൈൻഡിനെ റിലാക്സ് ചെയ്യുന്നതാണ്. അപ്പൊ പഠിക്കുകയാണെങ്കിലും ആ ഒരു കറക്റ്റ് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി അതിന്റെ മൈൻഡ് റിലാക്സ് ആവും. സെയിം അത് നമ്മൾ പഠിക്കാനുണ്ട് പറഞ്ഞിട്ട് ഒരിക്കലും പാട്ട് മാറ്റി വെക്കില്ല. അത് ഒരിക്കലും നടക്കില്ല. പ്രാക്ടീസ് മാറ്റി വെക്കരുത്. ഇല്ല, അത് പപ്പ സമ്മതിക്കില്ല. ഇല്ല, പഠിത്ത അത് പാട്ട് കഴിഞ്ഞിട്ടേ പഠിത്തുള്ളൂ വീട്ടിലൊക്കെ. പപ്പ ഇപ്പൊ ഫ്ലൂട്ടാന്ന് പറഞ്ഞല്ലോ. അപ്പൊ മോൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സിനോട് ഇൻട്രസ്റ്റ്? ഗിറ്റാർ പഠിക്കുന്നുണ്ടായിരുന്നു. കോഴ്സ് പഠിച്ചു വന്നായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഇവിടേക്ക് പോന്നു. ഗിറ്റാർ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചെയ്യണം. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഗിറ്റാർ യൂസ് ചെയ്ത് കോഴ്സ് പിടിച്ച് പാടാം. അങ്ങനത്തെ കുറെ ഉപയോഗങ്ങൾ. ഇഷ്ടമാണ് ഗിറ്റാർ. ഇഷ്ടമാണ് ഗിറ്റാർ ഇഷ്ടമാണ്. പിന്നെ ഫ്ലൂട്ട് ഒക്കെ പഠിപ്പിക്കാൻ നോക്കി, പക്ഷെ കയ്യെത്തൂല. കയ്യ വരുന്നില്ല. വേറെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആഗ്രഹം പഠിക്കാൻ? എനിക്ക് വയലിൻ പഠിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഗിറ്റാറുള്ള കാരണം ഒരു ടൈമിലൊന്ന് എല്ലാതും കൂടെ എടുത്തേക്കുണ്ടാവും. വീട്ടില് മോളുടെ പിന്നെ ചേട്ടനും അമ്മയും. ചേട്ടൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാടിയിരുന്നു ആദ്യമൊക്കെ, പിന്നെ സൗണ്ട് ചേഞ്ച് വന്നപ്പോ പിന്നെ നിർത്തി. ആണോ? കീബോർഡ് വായിക്കും. ചേട്ടൻ എന്താ എത്രയല്ല? ചേട്ടൻ ഫിസിയോതെറാപ്പി തേർഡ് ഇയർ. മറ്റേ ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും വായിക്കോ? കീബോർഡ് പഠിച്ചിരുന്നു, വായിച്ചിരുന്നു. പാട്ടിലോട്ട് വരാൻ ഇപ്പം പഠിത്തത്തിന്റെ കാരണം കൊണ്ട്. പിന്നെ അവിടെ കോയമ്പത്തൂരാ പഠിക്കുന്നത്. അപ്പൊ അവിടെ അങ്ങനെ പോയി പഠിക്കാനൊന്നും. അതെ, കാരണം ഫിസിയോതെറാപ്പി ഒക്കെ ആകുമ്പോ ഒരുപാട് പഠിക്കാനും ഉണ്ടല്ലോ. ഡോക്ടർ ഫീൽഡ് അല്ലേ? അതെ. ചേട്ടനോട് എന്തെങ്കിലും ഇങ്ങനെ അസുഖങ്ങൾ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ചേട്ടൻ ടിപ്സ് ഒക്കെ പറയാറുണ്ടോ? ഞാൻ സ്പോർട്സിനൊക്കെ പോകുന്നുണ്ട്. സ്പോർട്സിന് പോയിരുന്നു. അപ്പൊ എനിക്ക് കാലിനൊക്കെ പെയിൻ വരുമ്പോ എനിക്ക് എക്സസൈസസ് പറഞ്ഞുതരും. പഠിക്കണ്ടല്ലോ, അത് അപ്പയുടെ അമ്മയുടെ മുന്നേ വെച്ചാ പറയാം, അത് കാട്ടണമല്ലോ, പഠിക്കണ്ടെന്ന് മനസ്സിലാവണല്ലോ. അപ്പൊ ഓരോന്ന് കാണിച്ചൊരു അതിങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. അത് മസിൽസിന്റെ പേരടക്കം പറഞ്ഞുതരും. നമുക്കൊന്നും മനസ്സിലായില്ലല്ലോ, ഞാൻ പഠിക്കുന്നില്ലല്ലോ. അപ്പൊ ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നല്ല ഹെൽപ്പാണല്ലോ, കാരണം കറക്റ്റ് പോയിന്റിൽ അവിടെ ചെന്നിട്ട് പഠിച്ചിട്ട് ഓരോന്ന് എന്റെ കാലം പരീക്ഷിക്കും. ഏതൊരു ചുറ്റി പോലത്തെ സാധനം എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ ഒരു സാധനം കേൾക്കും, എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരാളെ അടിച്ചിട്ടൊക്കെ ഉണ്ട്. വീട്ടിലെ ടെസ്റ്ററാണ്. അതെ, ഞാനാ. അത് മാറാറുണ്ട് എന്നിട്ട്? ചിലതൊക്കെ മാറാറുണ്ട്, പിന്നെ തന്നെ മാറൂല. അമ്മ പാട്ട് പാടോ? ഇല്ല, അമ്മ നല്ല ആസ്വദിക്കുകയാണ്. അമ്മയ്ക്ക് ഒട്ടും പാട്ടിനെ പറ്റി അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് കൂടുതൽ അമ്മ നിന്നേ. ഞാൻ നോക്കുമ്പോ ഇപ്പൊ ഒരു കുട്ടിയുടെ പാട്ടായിട്ട് അവിടെ പോയോ ഞാൻ ചോദിക്കാൻ അമ്മ പഠിച്ചു കൊച്ചു കള്ളി. എല്ലാരും ഇങ്ങനെ കറക്ഷൻസ് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് പാട്ട് അറിയുന്നോണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അമ്മ ചോദിക്കും അവിടെ പോയോ ചോദിക്കും, എന്റെ അടുത്ത് ചോദിക്കും. കറക്റ്റ് ആയിരിക്കും. ഞാൻ ചിലപ്പോ മനസ്സിലാലോചിച്ചിട്ടുണ്ടാവും, അയ്യോ പോയി. അപ്പൊ അത് അമ്മേന്റെ അടുത്ത് പറയും. ഒട്ടും അറിയില്ലായിരുന്നു ആൾക്ക് പാട്ട്. ഇഷ്ടപ്പെട്ടു തുടങ്ങി, പാട്ട് ഇങ്ങനെ അറിഞ്ഞു തുടങ്ങി. അവിടുത്തെ പിന്നെ ജഡ്ജസ് ഒക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുമല്ലോ, അങ്ങനെ ആ പോർഷൻസ് ഇങ്ങനെ പഠിക്കാൻ നന്നാവും, അത് നോക്കുന്നൊക്കെ പറയുമ്പോ അമ്മേന്റെ അടുത്ത് ചിലപ്പോ ഒരു പാട്ട് ഞാൻ പുതിയത് പഠിക്കുമ്പോ ആ ഭാഗം ഇങ്ങനെ പാടിയൊക്കെ കുറച്ചുകൂടെ ഓപ്പൺ ആക്കി ഫീൽ കൊടുത്ത് പാടി ഇങ്ങനെയൊക്കെ പറയുന്നത്. ശരിയാ. അപ്പൊ അമ്മ ജഡ്ജസിനൊക്കെ കൂടെ ഇരുന്നിട്ട് ശ്രദ്ധിച്ച് മോളേനെ ജഡ്ജ് ചെയ്യാനൊക്കെ ആയി പാട്ടൊക്കെ പാടിയിട്ട്. അത് അടിപൊളി. ഇനിയിപ്പോ അടുത്ത എന്താ പറയാ പാട്ട്, പുതിയ പാട്ട് പഠിക്കുമ്പോഴും അമ്മയ്ക്ക് കുറെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അമ്മ പറഞ്ഞിരിപ്പോ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരും. സിനിമ കാണാറൊക്കെ സമയം കിട്ടാറുണ്ടോ? പുതിയ സിനിമകള് ഇഷ്ടമുള്ള ആക്ടർ ആക്ട്രസ് ഒക്കെ? എനിക്ക് ടൊവിനോ ഫാനാണ്. പിന്നെ ആക്ട്രസ് എനിക്ക് തൃഷയില്ലേ, തൃഷ സാമന്ത്, അവരൊക്കെ ഇഷ്ടമാണ്. ഇപ്പം ഓരോരുത്തർക്കും ഓരോ വലുതായി കഴിഞ്ഞാൽ ഭയങ്കര ഡ്രീമൊക്കെ ഉണ്ടാവില്ല, എന്നതാവണം എന്നൊക്കെ ഉള്ളത്. മോൾക്ക് അങ്ങനെ എന്താ വലുതായി കഴിഞ്ഞാൽ എന്താവണം എന്നാണ് ആഗ്രഹം? പാട്ടുകാരി. സൈഡ് ഉണ്ട്. എയർ ഹോസ്റ്റസ് ആണെന്നൊരു ഇതുണ്ടായിരുന്നു, മാറും. ഫ്ലൈറ്റിലും പോവാനൊക്കെ ഇഷ്ടമാണ്. കേറിയിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു ഇഷ്ടം. കേറിയാലും ഇഷ്ടം ഉണ്ടാവും, കാരണം അതിങ്ങനെ അവര് ഭയങ്കര രസമാണല്ലോ അവര് എപ്പോഴും. പക്ഷെ എപ്പോഴും ഇങ്ങനെ മുകളിൽ പറഞ്ഞോണ്ടിരിക്കും, റിസ്ക് ഉണ്ട്. അതെ. അത് എന്താ അതുകൊണ്ട് ഇഷ്ടപ്പെടാൻ കാരണം, എയർ ഹോസ്റ്റസ് എന്ന് പറയാൻ കാരണം? അതെന്താ വെച്ചാൽ ഒരു
വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ലൈക് നല്ലൊരു പ്രൊഫഷൻ. ഫ്ലൈറ്റ് ഇഷ്ടം, ഫ്ലൈയിങ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ കൊറേ സ്ഥലത്ത് പോവാലോ. എന്തേലും ഇങ്ങനെ മൂവീസിൽ ആക്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു കൊറേ കമന്റ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. മീര ജാസ്മിനെ പോലുണ്ട്, പിന്നെ ആരൊക്കെ പോലുണ്ടെന്ന് പറഞ്ഞ്, അനശ്വരെ പോലുണ്ടെന്ന് പറഞ്ഞു, പിന്നെ പ്രീതി ഉദയപുരം സുൽത്താനിലെ പ്രീതിനെ പോലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആക്ടിങ് ചാൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഇഷ്ടമാണ്. അതിന്റെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ അതെ. അപ്പൊ പിന്നെ പാട്ടും അഭിനയും എല്ലാം കൂടിയിട്ട് അടിപൊളിയാക്കാലോ. ഈ അടുത്ത ടോപ്പ് സിംഗറിൽ പോയിരുന്നോ? പോയിരുന്നു അല്ലേ? പുതിയ സീസൺ 6ന്റെ കോറസ് പാടാൻ ഇപ്പൊ പുതിയ കുട്ടികളൊക്കെ കണ്ടോ? പിള്ളേരൊക്കെ പരിചയപ്പെട്ടു. എല്ലാരും കമ്പനിയായി. എല്ലാവരുടെയും പാട്ട് എങ്ങനെയുണ്ട്? എല്ലാരും നന്നായിട്ട് പാടുന്ന പിള്ളേരാണ്. ഗ്രൂമേഴ്സ് ഒക്കെ എല്ലാരും ഓക്കെയാണ്. അവര് പഴയ ആൾക്കാരൊക്കെ കണ്ടു. വിഷ്ണു ചേട്ടനൊക്കെ കണ്ടു. വിഷ്ണു ചേട്ടൻ കണ്ട് പിന്നെയും കളിയാക്കലൊക്കെ തുടങ്ങിയിരുന്നോ? അവരൊക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടാവില്ലേ നിങ്ങളെ? ശരിക്കും മിസ്സിംഗ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു MG സാറിന്റെ കൂടി മൗചേട്ടന്റെ കൂടെ ഒക്കെ സ്റ്റേജ് ഷെയർ ചെയ്ത് പാടിയല്ലോ. ഇനി മോൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ആരൊക്കെയാണ് സ്റ്റേജ് ഷെയർ ചെയ്ത് പാടാൻ സിംഗേഴ്സ്? ശ്രേയ ഘോഷാൽ ആളുടെ പാട്ടുകളേക്കും കൊറേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിന്മയി മാം, ആളുടെ എനിക്ക് ഇപ്പൊ കുറച്ച് പാട്ടുകളായിട്ട് ഭയങ്കര മറ്റേ മുത്തുമഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആളുടെ കൂടി ഷെയർ ചെയ്യണമെന്നുണ്ട്. എന്തായാലും നടക്കും. നമുക്കിനി മോൾക്ക് ഇഷ്ടമുള്ളൊരു നല്ലൊരു മെലഡി, ഇപ്പം ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയാലോ? പാടാം. ഏതാ പാടുന്നത്? ഓ അത് മെലഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷനും ഫീലിങ്സും എല്ലാം എന്താ പറയാ ഒരുപാട് ഇങ്ങനെ നിറഞ്ഞിട്ടുള്ള പാട്ട്, അതന്നെ പാടാം. ഓർമ്മകൾ തൻ ലോലകരങ്ങൾ പുണരുകയാണുടൽ മുറുകെ പാതി വഴിയിൽ കുതറിയ കാറ്റിൽ വിരലുകൾ വേർപിരിയുന്നു. സ്നേഹാർദ്രമാരോ മൊഴിയുകയാവാം കാതിലൊരാത്മസ്വകാര്യം. തേങ്ങലിനേക്കാൾ പരിചിതമേതോ പേരറിയാത്ത വികാരം. രാക്കിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം. ഇത് കണ്ണടച്ച് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ വലിയൊരു ഇങ്ങനെ കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളുടെ സൗണ്ട് പോലത്തെ ഭയങ്കര മെച്ചോർഡായിട്ട് അതിങ്ങനെ മോളെ കാണുമ്പോഴാണ് ഇത്ര ചെറിയ കുട്ടിയാണ് പാടുന്നത് പാടിയത്. കണ്ണടച്ച് കേൾക്കുമ്പോൾ വേറെ ആരോ പാടുന്ന പോലത്തെ ഒരു നല്ല ഭയങ്കരമായിട്ട് അസലായിട്ടുണ്ട്. അതിന്റെ ഇമോഷൻസും ഫീലിങ്സ് ഒക്കെ അടിപൊളിയായിട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് അറിയില്ലേ? പാടിയത് MJ സർ. അതെ, ഇതെനിക്ക് ഫ്ലവേഴ്സിൽ പറയണ മാതിരി ഓർമ്മയുണ്ടോ? പാടിയത് MJ സർ, പിന്നെ മ്യൂസിക് MJ സർ തന്നെ, ലിറിക്സ് കൈതപ്പൻ സർ, പിന്നെ ഫിലിം ഞാൻ കണ്ടിരുന്നു. ആ ഇമോഷൻ വേണമല്ലോ. അതെ അതെ. അങ്ങനെ പാട്ട് പഠിക്കുമ്പോ ഈ പടം കാണാറുണ്ട്, പടങ്ങൾ കാണാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ചിലതിനൊക്കെ നമുക്ക് പഴയ സിനിമകളൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കാണുമ്പോ അത്ര ചിലപ്പോ ഇമോഷൻ കിട്ടിയില്ല എന്ന് വരും. കാരണം അത് കാലഘട്ടങ്ങളുടെ വ്യത്യാസം ഉണ്ടല്ലോ. ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് കാരണം അത് കാണുമ്പോ കുറച്ചും കൂടെ ഇമോഷണൽ ആയിട്ട് പാടാൻ പറ്റും. ആ സിറ്റുവേഷൻ എങ്ങനെയാന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഫീൽ ഉൾക്കൊണ്ട് പാടാൻ. അതെ 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 അതെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് സമയം അല്ലേ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഭയങ്കര തിരക്കുള്ള സമയത്താണ് ഇപ്പൊ മോള് ഇപ്പൊ പഠിത്തവും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള സമയത്ത് കുറച്ച് സമയം നമ്മൾക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇനി ഒരു വലിയ പ്ലേബാക്ക് സിംഗർ ആവട്ടെ. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മള് എയറോസ്ട്രസ്സും ആക്ട്രസും പറയാൻ പറ്റില്ല. ഇനി അടുത്ത ഇന്റർവ്യൂവിന് വല്ല ആക്ട്രസ് കം സിംഗർ കം നടക്കട്ടെ. അതെ അതെ, എല്ലാം നടക്കട്ടെ. അപ്പൊ ഒരുപാട് താങ്ക് യു. ചേച്ചിയുടെ കൂടെ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം. താങ്ക് യു. താങ്ക് യു.